Good morning, dear students. How are you all? I hope all of you are fine. Okay, where we stopped in the last class? Where we stopped in the last class? Yes, we complete our 23rd chapter. Okay, in this class, we are going to discuss about two chapters, 24 and 25. Okay, 24 and 25. Okay, it's a simple and a small lesson. Okay, then first of all of you take page number 81. Page number 81. Page number 81. Okay, page number 81. Okay. Okay. 24th chapter, asking questions. First we are discussing asking questions. Okay. What is meant by asking questions? Asking questions പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ അല്ലേ? Then all of you listen, page number 81. In the previous chapter, you learned that a sentence that asks for information called a question. Okay, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അറിയണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നതാണ് എന്ത്? ചോദ്യം എന്ന് പറയുന്നില്ലേ? ക്വസ്റ്റ്യൻസ്. You learn that a sentence that asks for information, എന്തെങ്കിലും ഒരു സെൻറ്റൻസ് അതെന്താണ്? ആസ്കിങ് ഫോർ ഇൻഫർമേഷൻ, എന്തെങ്കിലും കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? കോൾഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, കോൾഡ് ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് എന്ത്? ക്വസ്റ്റ്യൻസ്. ഓക്കെ, എ ക്വസ്റ്റ്യൻ ഓൾവേസ് ബിഗിനിങ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡ്സ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഓൾവേസ് എ ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് എൻഡിങ് വിത്ത് ക്വസ്റ്റ്യൻ മാർക്ക്. എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ? അതൊരിക്കലും മറക്കാൻ പാടില്ല. എന്ത്? ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ മാർക്കിൽ എൻഡ് ചെയ്യും. ഓക്കെ, ഹിയർ സം എക്സാമ്പിൾ ഹിയർ. റീഡ് ദിസ് സെൻറ്റൻസ് ദാറ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ്. Who is coming over for dinner? Here, who is start with the capital letter and end with the question mark. Who is coming over for dinner? Whose party are you attending tonight? What have you bought for her? When are we leaving for the railway station? Where is this museum you are talking about? Why are you crying? Which of the storybooks do you want? Why are you crying? Okay, which of the storybooks do you want? How did you hurt yourself? Okay, here who, whose, what, when, where, why, which, how. These are question words. Okay, ഒരു ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചോദിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് എന്ത്? ക്വസ്റ്റ്യൻ വേർഡ്സ്. വിച്ച് ആർ ദേ? ഹൂ, ഹൂസ്, വാട്ട്, വെൻ, വേർ, വൈ, വിച്ച്, ഹൗ. These are. These questions beginning with a special word called question word. These special words are who, whose, what, when, where, why, which and how. Okay, these are question words. Which are they? Question words എന്തൊക്കെയാണ്? ഇതാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്ന question words. Which are they? Who, whose, what, when, where, why, which and how. Okay, then let us learn about this questions words in detail. ഓക്കെ, ഇനി ഓരോ ക്വസ്റ്റ്യൻ വേർഡ്സിനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻ വേർഡുകളെ തമ്മിൽ അതാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഹൂ ആൻഡ് ഹൂസ് ആസ്ക് അബൌട്ട് പീപ്പിൾ. ഹൂ ആൻഡ് ഹൂസ്. ഫസ്റ്റ് വൺ, ഹൂ ആൻഡ് ഹൂസ്. ഹൂ ആൻഡ് ഹൂസ്. ഹൂസ്. ഓക്കെ, ഹൂ ആൻഡ് ഹൂസ്. ഹൂ ആൻഡ് ഹൂസ് എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക? ആസ്ക് അബൌട്ട് പീപ്പിൾ. ആളുകളെ ആരെങ്കിലും കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും പീപ്പിൾസിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഹൂ അല്ലെങ്കിൽ ഹൂസ് എന്ന് ഉപയോഗിക്കുക. ഹിയർ എക്സാമ്പിൾ, ഹൂ ഈസ് ദ ന്യൂ ഗേൾ. ഹൂ ഈസ് ദ ന്യൂ ഗേൾ. ഏതാണ് ആ ന്യൂ ഗേൾ എന്നുള്ളത് അല്ലേ? ഒരാളെ കുറിച്ചല്ലേ അറിയാൻ ശ്രമിച്ചത്? ഓക്കെ, ദെൻ ഹൂ ഈസ് ദ ന്യൂ ഗേൾ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൂസ് പെൻസിൽ ആർ ദിസ്. ആരുടെ പെൻസിലാണ് ഇത്? എന്താണ് ആരുടെ? അവിടെ നമ്മൾ എന്താണ്
ആരോ പറ്റി ചോദിച്ചാണല്ലേ, someone asking someone. ഓക്കെ, ആരെയോ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണല്ലേ. Who is the new girl and whose pencils are this? ഓക്കെ, who is the new girl and whose pencil are this? ഓക്കെ, അപ്പോൾ who and whose asking about people. ഓക്കെ, who and whose asking about people. ആളുകളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, who അല്ലെങ്കിൽ whose ഉപയോഗിക്കുന്നത്. ഓക്കെ, then what usually asking about things. ഓക്കെ, വാട്ട് യൂഷ്വലി എവിടെ ഉപയോഗിക്കുക, ആസ്കിങ് അബൌട്ട് തിങ്സ് ആണ്. എന്തെങ്കിലും സാധനങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക, വാട്ട് എന്നുള്ള ഉപയോഗിക്കുക അല്ലേ. വാട്ട് ഗിഫ്റ്റ് ഡിഡ് യു ഗെറ്റ് ഓൺ യുവർ ബർത്ത്ഡേ. വാട്ട് ഗിഫ്റ്റ്, എന്ത് ഗിഫ്റ്റ് ആണ് അല്ലേ. വാട്ട് മീൻസ് എന്ത് അല്ലേ, വാട്ട് ഇസ് യുവർ നെയിം, എന്താ നിൻ്റെ പേര് എന്നൊക്കെ ചോദിക്കും അല്ലേ. വാട്ട് ഗിഫ്റ്റ് ഡിഡ് യു ഗെറ്റ് ഓൺ യുവർ ബർത്ത്ഡേ. സെക്കൻഡ് വൺ വാട്ട്. ഓക്കെ, വാട്ട് ഈസ് ആസ്കിങ് അബൌട്ട് തിങ്സ്, എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചല്ലേ. വാട്ട് അബൌട്ട് യു ആൻഡ് വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് ദിസ്, അങ്ങനെ അല്ലേ. എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് വാട്ട് എന്ന് ഉപയോഗിക്കുന്നത് അല്ലേ. ദെൻ തേർഡ് വൺ, when asked about the time something happens or is done. Okay, when is asking that the time something happened or done. നമ്മൾ when എന്ന് പറഞ്ഞാൽ എപ്പോൾ. ഓക്കെ, ഒരു കാര്യം എപ്പോൾ നടന്നു അല്ലെങ്കിൽ എപ്പോൾ ചെയ്തു തീർത്തു, എപ്പോൾ തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, വെൻ ക്വസ്റ്റ്യൻ വേർഡ്. ഓക്കെ, വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വെൻ ഡു യു പ്ലാൻ ടു ജോയിൻ ദ കരാട്ടെ ക്ലാസ്. കരാട്ടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് പ്ലാൻ ചെയ്തത് അല്ലേ. വെൻ ഡിഡ് യു കം, വെൻ വി ആർ ഗോയിങ്. ഓക്കെ, എപ്പോഴാണ് എന്നുള്ള ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിച്ചത്, വെൻ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചത്. ഓക്കെ, വെൻ. ഓക്കെ, വെൻ ആസ്ക് അബൌട്ട് ദ ടൈം സംതിങ് ഹാപ്പൻസ് ഓർ ഈസ് ഡൺ. ഓക്കെ, സംതിങ് ഹാപ്പൻസ് ഓർ ഈസ് ഡൺ. വെൻ ഡു യു പ്ലാൻ ടു ജോയിൻ ദ കരാട്ടെ ക്ലാസ്സസ്. ഓക്കെ, ദെൻ പേജ് നമ്പർ 82. Page number 82. Where ask about places. Where ask about places. Where means എവിടെ അല്ലേ. എവിടെ പ്ലേസസിനെ കുറിച്ചാണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്, വേർ എന്നുള്ളതിന് ഉപയോഗിക്കുന്നത് അല്ലേ. വേർ. ഓക്കെ, വേർ വിൽ യു പാർക്ക് യുവർ കാർ. വേർ ആർ യു ഗോയിങ്. where are you get it. ഓക്കെ, എവിടെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് വേർ എന്നുള്ളത് അല്ലേ. ഒരു പ്ലേസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വേർ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഹിയർ വൺ എക്സാമ്പിൾ, വേർ വിൽ യു പാർക്ക് യുവർ കാർ. എവിടെയാണ് നിൻ്റെ കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ് വൈ. Ask about the reason for something. Why is asking reason for something. ഒരു കാര്യത്തിൻ്റെ റീസൺ. ഫോർ എക്സാമ്പിൾ, വൈ ആർ യു ലേറ്റ്. എന്തുകൊണ്ടാണ് നീ ലേറ്റ് ആയത്. വൈ മീൻസ് എന്തുകൊണ്ട് അല്ലേ. വൈ ആർ യു ലേറ്റ്, എന്തുകൊണ്ടാണ് നീ ലേറ്റ് ആയത്. ഹിയർ അനദർ എക്സാമ്പിൾ, വൈ ഈസ് ഷീ സ്റ്റാൻഡിങ് ദെയർ. എന്തിനാണ് നമ്മൾ അവിടെ നിൽക്കുന്നത് അല്ലേ. വൈ ഈസ് ഷീ സ്റ്റാൻഡിങ് ദെയർ. എന്തിനാണ് അവൾ അവിടെ നിൽക്കുന്നത്. ഒരു കാര്യത്തിൻ്റെ റീസൺ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്. ഓക്കെ, വൈ ആസ്ക് അബൌട്ട് ദ റീസൺ ഫോർ സംതിങ്. വൈ ആസ്ക് അബൌട്ട് ദ റീസൺ ഫോർ സംതിങ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വേർഡ്, ദെൻ which. Okay, which ask about a specific choice from a limited number of options. Okay, which ask about specific choice, ഒരു specific choice ആയിരിക്കും. Then from a limited number of option, which one you want. Okay, കുറേ സാധനങ്ങളുണ്ട്, അതിലേതാണ് നിനക്ക് വേണ്ടത് അല്ലേ. which ഏത് എന്നുള്ളതാണ് മലയാളം മീനിങ്. ഓക്കെ, then here
അതിലേതാണെന്നുള്ള ഓപ്ഷനിലാണ് അല്ലേ. ഹിയർ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്ഷൻ. ഇപ്പോൾ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതിലേതാണ് വിച്ച് വൺ യു വാണ്ട്. ഓക്കെ, ഇതിലേതാണ് നിനക്ക് വേണ്ടത്. ദാറ്റ് ഈസ് വിച്ച്. ഓക്കെ, വിച്ച് ആസ്ക് അബൌട്ട് എ സ്പെസിഫിക് ചോയ്സ് ഫ്രം എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓപ്ഷൻസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, വിച്ച് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹൗ. ലാസ്റ്റ് വൺ ഹൗ. Okay, how. Then how ask about the way something is done or someone feels. Okay, how എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? how ask about the way something is done. ഒരു കാര്യം എങ്ങനെ നടന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, how എന്നുള്ള ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, how are you. how are you എങ്ങനെയുണ്ട് അല്ലേ, സുഖമാണോ എന്നുള്ളത് how are you. Yes, then here some another example. How does this machine work. എങ്ങനെയാണ് മെഷീൻ വർക്ക് ചെയ്യുന്നത് അല്ലേ, എങ്ങനെ. how does this machine work. Okay, then how are you doing. Okay, എങ്ങനെയാണ് ഒരു കാര്യം നടന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യുന്നത് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്, ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്. ഫോർ എക്സാമ്പിൾ, ഹൗ ആസ്ക് അബൌട്ട് ദ വേ സംതിങ് ഈസ് ഡൺ ഓർ someone feels. Okay, then here another sentence is that note that we can also form questions with verbs such as is, am, are, was, where, has, have, had, do, does or did. നമുക്ക് ഇത് വെച്ചിട്ട് മാത്രമല്ല who, whose, what, when, where, why, which, how, ഇത് വെച്ചിട്ട് മാത്രമല്ല നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഫോം ക്വസ്റ്റ്യൻ verbs such as is, am, are, was, where, has, have, had, do, does, did. ഇവ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടാക്കാം. ഹിയർ സം എക്സാമ്പിൾ. ആർ യു ഗോയിങ് ടു മാർക്കറ്റ്. ഡസ് ഷീ പ്ലേ ബാഡ്മിൻ്റൺ. ഓക്കെ, ലൈക്ക് ദിസ്. ഓക്കെ, this is question words. Which are they? Who, whose, what, when, where, why, which, how. Okay, all of you understand? Yes, very good. Okay, then all of you take exercise part. Okay, exercise part. Okay, match to frame questions. ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. വേർ, വാട്ട്, ഹൗ, വൈ, വെൻ, ഹൂസ് എല്ലാം ഉണ്ട്. അപ്പോൾ മാച്ച് ആയിട്ട് അപ്പുറത്തുനിന്ന് എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് ഓൾറെഡി ദെയർ. വേർ ആർ യു ഗോയിങ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ. ഓൾ ഓഫ് യു ലിസൺ ദ സെക്കൻഡ് വൺ. What? Then you make a sentence with what. മാച്ച് ആയിട്ടുള്ളത് നോക്കുക, വാട്ട് വെച്ചിട്ട്. വാട്ട് ടൈം ഡസ് ദ ലൈബ്രറി ക്ലോസ്. എഴുതിക്കൂടെ, അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിക്കൂടെ. യെസ്, വാട്ട് ടൈം ഡസ് ദ ലൈബ്രറി ക്ലോസ്. വാട്ട്. ഓക്കെ, ഓൾ ഓഫ് യു മാച്ച് വിത്ത് ഇറ്റ്. വാട്ട് time does the library close. All of you match with it. What time does the library close. Okay, then third one, how. Then third one, how വെച്ചിട്ട് എന്തുണ്ടാക്കാം. You read that section. How do you use a laptop. Okay, all of you match with it. How do you use a laptop. Okay, fourth, why.
Then why? Why have you worn a white shirt today? Why have you worn a white shirt today? Okay, all of you match it. Why have you worn a white shirt today? Have you worn a white shirt today? Today. Okay, fifth. When? When? Yes. When will your exam be over? When will your exam be over? When will your exam be over? Okay. All of you match it. Then last one. Whose scrapbook is this? Whose scrapbook is this? Whose scrapbook is this? Okay. All of you match it. Okay, very good. Then complete? Yes, very good. Then activity B. Look at the pictures and frame suitable questions. One has been done for you. But pictures കൊടുത്തിട്ട് questions match ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Okay. First one is already. ഒന്ന് എഴുതുന്ന ഒരു പിക്ചർ ആണല്ലേ. Then question, what is he doing? What is he doing? എന്താണ് ചെയ്യുന്നത് എന്നല്ലേ. Then okay, B. Second one, there's a car. Okay, there is a car and then how to make a question? Yes. Where are you going? ഉണ്ടാക്കി കൂടെ അങ്ങനെ ചോദിച്ചൂടെ. വേറെ എങ്ങോട്ടോ പോവാണല്ലേ കാറിൽ. അപ്പോൾ then we can make question, where are you going? All of you write there, where are you going? Where are you? Don't forget to put question mark. Okay. Where are you going? Where are you going? Okay, all of you write in your textbook, where are you going? Then another. One boy is reading book. Then how to make? Yes. What are you reading? What are you reading? What are reading? Okay, what are you reading? What are you reading? Okay. What are you reading? Write, what are you reading? Then fourth one. Fourth one, there is a bottle full of sweets. Full of sweets. Then how to make a question? What is in the jar? What is in the jar? You can write what is in the jar. What is in the jar? ജാറിൽ എന്താണെന്നല്ലേ. What is in the jar? Okay, what is in the jar? What is in the jar? Okay, what is in the jar? Okay, then fifth one. There is two girls hugging. Then fifth, how to make a question? How to make a question? Why are they hugging each other? We can make, why are they? Why are they hugging each other? Each other. Hugging each other. Okay, why are they hugging each other?
Then last sentence. Okay, last picture. There one boy and one girl. Then how to make a question? They are thinking. Then how can we solve the problem? We can make, how can we solve this problem? How can we solve this problem? Okay. How can we solve this problem? Okay, all of you write. Second, where are they going? Third, what are you reading? Fourth, what is in the jar? Fifth, why are they hugging each other? Last, how can we solve this problem? Okay, all of you write these answers in your textbook. Okay. Okay, finish. Okay, very good. Then last C. Frame question for this answers one has been done for you. This is your homework. Okay, all of you write their homework. Okay, this is asking questions. These are the question words. Which are they? Who, whose, what, when, where, why, which and how. Okay. Okay, if you have any doubt about this question words and other activities, you can ask me. Okay. Okay, in this class, we already told that in this class we are discussing one more chapter also, contractions. Contractions, a simple and easy chapter. Okay, contractions. Okay, page number 84. All of you take page number 84. Page number 84. Page number 84. Contractions. It's an easy chapter. Contractions. 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 Okay, contraction. Page number 84. Contractions. Okay, all of you listen the chapter contractions. Okay, contractions. All of you listen. What is contractions? Okay, all of you listen. A contraction is a short form of a word or words. We make a contraction by leaving out one or more letters and joining the word or words together. Okay. Contraction means short form of word or words. ചില വേർഡിൻ്റെ അല്ലെങ്കിൽ വേർഡ്സുകളുടെ ഒക്കെ ഷോർട്ട് ഫോം ആണെന്ത് കോൺട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ. വി മേക്ക് എ കോൺട്രാക്ഷൻ ബൈ ലീവിങ് ഔട്ട് വൺ മോർ ഓർ ലെറ്റേഴ്സ് ആൻഡ് ജോയിനിങ് ദ വേർഡ് ഓർ വേർഡ്സ് ടുഗെദർ. ചില സമയത്ത് നമ്മൾ കോൺട്രാക്ഷൻസ് എങ്ങനെ മേക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ ചില ലെറ്റർ ആഡ് ചെയ്തിട്ട് ചില ലെറ്ററുകൾ ഒഴിവാക്കിയിട്ട് ആണെന്ത് ചെയ്യുക കോൺട്രാക്ഷൻസ് മേക്ക് ചെയ്യുക ഉണ്ടാക്കുക. ഓക്കെ, ദെൻ once again, a contraction is a short form of a word or word. ഒരു വേർഡിൻ്റെയോ അല്ലെങ്കിൽ വേർഡ്സുകളുടെയൊക്കെ ഷോർട്ട് ഫോം ആണെന്ത് കോൺട്രാക്ഷൻസ്. ഓക്കെ, വി മേക്ക് എ കോൺട്രാക്ഷൻ ബൈ ലീവിങ് ഔട്ട് ഓഫ് വൺ ഓർ മോർ. അതായത് കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ലീവിങ് ഔട്ട് വൺ ഓർ മോർ ലെറ്റേഴ്സ് ഒഴിവാക്കിയിട്ട്, ലെറ്റേഴ്സിനെ ഒഴിവാക്കിയിട്ട് ആൻഡ് ജോയിനിങ് ദ വേർഡ് ഓർ വേർഡ്സ് ടുഗെദർ. മറ്റ് ചില ലെറ്റേഴ്സ് ചേർത്തിട്ടോ അല്ലെങ്കിൽ വേർഡ്സ് ചേർത്തിട്ടോ ആണ് എന്ത് മേക്ക് ചെയ്യുക
കോൺട്രാക്ഷൻസ് മേക്ക് ചെയ്യുക. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് എക്സാമ്പിൾസ്. ഹിയർ ടു എക്സാമ്പിൾസ്. കോൺട്രാക്ഷൻ വൺ വേർഡ് cannot. How to short it? Can not. Can not എന്നുള്ള രണ്ട് വേർഡുകളെ ഇങ്ങനെയാണ് cannot എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. Then how to write in short form? Cannot become can't. ഓക്കെ, ഇതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഷോർട്ട് ഫോം can't. ഓക്കെ, then another word, contraction of two words. I am. Okay, I am. Then how to write? I am. ഓക്കെ, ഫസ്റ്റിൽ നമ്മൾ എന്താ ചെയ്തത്? എന്ത് ഒഴിവാക്കി? നോ. ഓക്കെ, can't എന്നാക്കി അല്ലേ. Then here we leave a. ഓക്കെ, ഇവിടെ എ എന്നുള്ള ലെറ്റർ നമ്മൾ ഒഴിവാക്കി അല്ലേ. Then made another short form of this word. Can, can't, cannot, can't, I am. Okay, then here, okay, all of you listen the textbook. Where should we place the apostrophe in a contraction? Where should we place in the apostrophe? ഇനി അപ്പോസ്ട്രോഫീസ് എവിടെയാണ് ഇടുക? ഒരു കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് അപ്പോസ്ട്രോഫി യൂസ് ചെയ്യാൻ നോക്കുക? When we make a contraction using the verb is, am or are. ഈസിൻ്റെ കൂടെ ആമിൻ്റെ കൂടെ ആറിൻ്റെ കൂടെയും ചേർക്കുമ്പോൾ അപ്പോസ്ട്രോഫി എവിടെ ഉപയോഗിക്കുക? വി റിമൂവ് ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ വെർബ്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് നമ്മൾ ഷോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ വെർബിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമ്മൾ ഒഴിവാക്കും. എങ്ങനെ? ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ വെർബ് ആൻഡ് യൂസ് എ അപ്പോസ്ട്രോഫി ഇൻ ഇറ്റ്സ് പ്ലേസ്. അതിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കും? അതിൻ്റെ അപ്പോസ്ട്രോഫി ഉപയോഗിക്കും. ഓക്കെ, അപ്പോസ്ട്രോഫി ഉപയോഗിക്കും. Okay, examples. All of you listen that examples. He plus he. He plus is. We already told that he plus he. എങ്ങനെ ചെയ്യും? Then we remove the first letter of the verb. ഇവിടെ വെർബ് എന്ന് പറയുന്നത് ഏതാണ്? ഈസ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ത് ചെയ്യും? നമ്മൾ ഒഴിവാക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ആയിരിക്കും? എന്നിട്ട് അതിന് പകരം എന്താ ഉപയോഗിക്കുക? അപ്പോസ്ട്രോഫി. അപ്പോൾ ഹീ അപ്പോസ്ട്രോഫി യെസ്. ഓക്കെ, അപ്പോസ്ട്രോഫി എസ്. ഓക്കെ, ദെൻ ഷീ ഈസ്. ഷീ ഈസ്, ഹൗ ടു റൈറ്റ്? then she. I ഒഴിവാക്കി അപ്പോസ്ട്രോഫി എസ്. ഷീ ഈസ്. ഓക്കെ, then here another example, it is. Then r വെച്ചിട്ട് എങ്ങനെയാണ്? v plus r. v plus r. How to write? v, നമ്മൾ v എഴുതി. നമ്മൾ പറഞ്ഞു വെർബിൻ്റെ ഫസ്റ്റ് ലെറ്റർ ഇതിലേതാ വെർബ്? ആറാണ് അല്ലേ. അപ്പം ഫസ്റ്റ് ലെറ്റർ ഒഴിവാക്കുന്നു പറഞ്ഞാൽ ഏതാണ്? എ ഒഴിവാക്കിയിട്ട് അപ്പോസ്ട്രോഫ് ഇട്ടിട്ട് ഓക്കെ. ദെൻ ആം ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഓക്കെ, ഹിയർ ലോട്ട്സ് ഓഫ് അനദർ എക്സാമ്പിൾസ്. വി ആർ, യു ആർ, ദേ ആർ, ദാറ്റ് ആർ, ഹിയർ ആർ, who is, where is, what is, who are. Okay, this is another example. All of you read that. Okay, then next page number 85. Page number 85. All of you take page number 85. When we make a contraction using the verb has, have, had. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈസ്, ആം, ആറിൻ്റെ കൂടെയാണ് അല്ലേ. ദെൻ അനദർ വേർബ്സ് ഹാവ്, ഹാസ്, ഹാഡ്. ഇതിൻ്റെ മൂന്നിൻ്റെ കൂടെ എങ്ങനെ ചേർക്കും നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ he plus has. He plus has. How to make contraction? How to make contraction? We remove the first two letters of the verb. ഇവിടെ വെർബ് ഏതാണ്? ഹാസ് ആണല്ലേ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് ടു ലെറ്റേഴ്സ് റിമൂവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ രണ്ട് ലെറ്റർ റിമൂവ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഹൗ ടു റൈറ്റ്? ഹീ. He. Then we remove the first two letters and put apostrophe and his. Okay, right? Yes. Next, she has plus she has. How to make?
First we write she, then remove first 2 letter, then instead of that we put apostrophe and yes, she's. Okay, then another examples, I plus have, I have, then we plus have, you plus have, they plus have, then I plus had, we plus had. Okay, that's another examples. All of you read that. Okay, like this we make contractions with has, have and had. Okay, then next will vechittu how to make will contraction with will. When we make a contraction using will, we remove the first 2 letters of will and use an apostrophe in their place. അപ്പോൾ വില്ലിലുള്ള ആദ്യത്തെ 2 ലെറ്റേഴ്സ് ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മൾ അപ്പോസ്ട്രോഫി ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. ഹൗ? I will, then I will, I plus will, then how to make, then I, then already told that remove first 2 letters wi le, remove a, then apostrophe and I. Okay, then another example, she plus will. Okay, how to she, then remove 2 letters and apostrophe, she. Okay, then all of you read another example, he will, we will, you will, they will. Okay, another lots of example. Okay, last point is that when we make a contraction using not, we remove the letter O from not and use an apostrophe in its place. നോട്ട് വെച്ചിട്ടുള്ള കോൺട്രാക്ഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിലുള്ള ഓ റിമൂവ് ചെയ്യണം, അതിന് പകരം അപ്പോസ്ട്രോഫി ചേർക്കാനാണ് പറഞ്ഞത്. ഹൗ? ഈസ് നോട്ട്, ഈസ് പ്ലസ് നോട്ട്, ഹൗ ടു റൈറ്റ് ഈസ് അപ്പോസ്ട്രോഫി റിമൂവ് ചെയ്തിട്ട് അപ്പോസ്ട്രോഫി ഈസിൻറ്റ്. ഓക്കെ, ഈസിൻറ്റ്. Okay, then R not, R plus not, R in. Okay, നമ്മൾ O remove ചെയ്തിട്ട് അതിന് പകരം apostrophe ഇട്ടു അല്ലേ? Okay, like this we making contractions. Okay, then page number 86. Page number 86, there is example of using not contractions. Okay, this is contractions means short form of a word or words ന്റെ അല്ലെങ്കിൽ വേർഡിന്റെ ഒക്കെ ഷോർട്ട് ഫോം ആണ് അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോസ്ട്രോഫി ചേർത്തിട്ടുള്ള കോൺട്രാക്ഷൻസ് ഒക്കെ മേക്ക് ചെയ്യുക. ഓക്കെ, then page number 86, all of you take page number 86, exercise part. Okay, write the contractions for each pair of words. One has been done for you. Okay, ഇവിടെ കൊടുത്തിരിക്കുന്നത് റൈറ്റ് കോൺട്രാക്ഷൻ ഈച്ച് പെയർ ഓഫ്, ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡുകളുടെ ഒക്കെ കോൺട്രാക്ഷൻസ് എഴുതാനാണ് പറഞ്ഞത്. ദേ ഹാവിൻ്റെ ദേ ആവും അല്ലേ, എഴുതി വെച്ചിട്ടുണ്ട്. ഷുഡ് നോട്ട് ഇവിടെ ഓൾറെഡി ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കി എഴുതാവുന്നതാണ്, കാരണം ഇവിടെ ഉണ്ട് എല്ലാ കോൺട്രാക്ഷൻസും ഷോർട്ടാക്കി എഴുതിയിട്ട്. അപ്പോൾ ദേ ഷുഡിൻ്റെ ഇവിടെ ഉണ്ട്, എവിടെ, ദെൻ ദേ ഷുഡ്. ഓക്കെ, ഷുഡ് നോട്ട്, ദ ഷുഡ് നോട്ട്, ഷുഡിൻ്റെ. ഓക്കെ, ഷീ വിൽ, ഓക്കെ ഷീ വിൽ, ഹിയർ ഷീ വിൽ. ഓക്കെ, നിങ്ങൾക്ക് അത് നോക്കി ഇവിടെ ഫില്ല് ചെയ്യാം. ഓക്കെ, ഷോർട്ട് ഫോം എഴുതാം. ദാറ്റ്സ് യുവർ ഹോംവർക്ക്. Then page number 87, all of you take page number 87. Page number 87. Write expand form of this contractions. ആദ്യം നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റി എന്താണ്, എക്സ്പാൻഡ് ഫോം കൊടുത്തിട്ടുണ്ട്, ഷോർട്ട് ഫോം എഴുതാനാണ്. ഇവിടെ നേരത്തെ വെച്ചാണ് ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട്, എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ്. ഓക്കെ, ഇതും എവിടെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, ഇതിലുണ്ട്, അപ്പോൾ അത് നോക്കി എഴുതുക. ഓക്കെ, ദിസ് ഓൾസോ ഹോംവർക്ക്. ഓക്കെ,
Then last activity. Answer each questions using the contraction of the word or words in brackets. One has been done for you. Okay, I will tell 2, 3 and 4. Okay, 4, 5, 6, 7 and 8 your homework. Okay. Okay, ഇവിടെ എന്താണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള കോൺട്രാക്ഷൻസ് വെച്ചിട്ട് സെൻറ്റൻസ് ഫില്ല് ചെയ്യാനാണ് അല്ലേ. ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻസ് യൂസിങ് ദ കോൺട്രാക്ഷൻസ് ഓഫ് ദ വേർഡ്സ് in brackets. Okay, first one is already there. Can you come to my house to play? Cannot എങ്ങനെ യൂസ് ചെയ്യാം? No, I am afraid I can't. cannotന്റെ ഷോർട്ട് ഫോം ആണ് ഇത് can't come to your house to play. Okay, then next sentence. Are you going to watch the cricket match tomorrow? I am ന്റെ ഷോർട്ട് ഫോം എന്താണ്? അല്ലേ? Are you going to watch the cricket match tomorrow? How to write? Yes, I am going to watch. Yes, I am going to watch. Second, I am going to watch. Yes, I am going to watch. Okay, all of you listen. Short form of I am. Going to watch the cricket. Watch the cricket. Match tomorrow. Okay, tomorrow. All of you write the answer. Yes, I am going to watch the cricket match tomorrow. Okay, third. Do the Sharmas still live here? Do the Sharmas still live here? Do not. Don't. Then how to write? No, Sharmas don't live here. How to write? No, Sharma. Sorry, the Sharmas don't live here. Don't. Okay, do not എന്താക്കി? റിമൂവ് ചെയ്തിട്ട് don't ആക്കി. Don't live here. Okay, all of you write this answer. No, the Sharmas don't live here. Okay, then 4, 5, 6, 7, 8. Do yourself. Okay. Okay, this is contractions. What is contractions? Contractions means short form of word or words. ഏതെങ്കിലും വേർഡിൻ്റെ അല്ലെങ്കിൽ വേർഡ്സിൻ്റെ ഒക്കെ ഷോർട്ട് ഫോമുകളാണ് എന്ത്? കോൺട്രാക്ഷൻസ്. നമ്മളെങ്ങനെ പറഞ്ഞു? ഹൗ ടു മേക്ക് കോൺട്രാക്ഷൻസ്, എങ്ങനെയാണ് മേക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു അല്ലേ? കോൺട്രാക്ഷൻസ് ഓരോന്ന് വെച്ചിട്ട് അല്ലേ? ഈസു ആമും ആറും വെച്ചിട്ടും ഷീ ഹാസ് ഹാവ് ഹാഡ് വെച്ച് ദെൻ വില്ല് നോട്ടൊക്കെ വെച്ചിട്ട് അല്ലേ? ദെൻ ഓൾ ഓഫ് യു റീഡ് ദാറ്റ്. ദർ ഇസ് 2, 3 homework also. Okay, this is 2 chapters. Today we are discussed 2 chapters. Which are they? Asking questions. We discussed the question words. Who, whose, what, when, where, why, which, how. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു എവിടെ യൂസ് ചെയ്യുന്നുള്ളത് അല്ലേ? പിന്നെ ഹോംവർക്ക്, ദർ ഇസ് 1 homework and another chapter also contractions നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? How to make contractions, what is contractions and 3 activity also. Okay, it's a simple and
simple activity. Okay. Okay, if you have any doubt about this 2 chapter, asking question and contraction, you can ask me. Okay, then we can meet next class. Thank you.